إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وأفضل الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോകങ്ങളുടെയും നിയന്താവും പരിപാലകനുമായ അളവറ്റ ദയാബലനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം യഥാവിധി പാലിക്കണമെന്ന് ആ വിഷയത്തിൽ തഖ്വ കൈമുതലാക്കണമെന്ന് എന്നോട് വസീയത്ത് ചെയ്യുകയാണ്. ശേഷം നിങ്ങളോടും സഗൗരവം അത് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകും. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകും. വിശുദ്ധ റമളാനിനെ അല്ലാഹു നമുക്കനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കുമാറാകട്ടെ. ഖുർആനെയും അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാകട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റമളാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വളരെ കാത്തിരുന്ന് റമളാൻ വന്നു. അത് വളരെ പെട്ടെന്ന് പോവാണ്. ഈ മാസം അവസാനിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ മഹത്തായ ഒരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത്. നമ്മളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. അതിൻ്റെ കണക്കറിയാം, അതെങ്ങനെ കൊടുക്കണമെന്നറിയാം. പക്ഷെ എങ്കിലും ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് ഉണർത്തണം എന്ന് തോന്നുകയാണ്. കാരണം ഓരോ കർമ്മവും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്കതുമായിട്ടൊരു കൂടുതൽ ബന്ധം ഉണ്ടാകുക. ചിലത് നമ്മളിങ്ങനെ ഐച്ഛികമായി ചെയ്തു പോകുന്നതുകൊണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട്, ചിലത് ഫർളുണ്ട്. ഇത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ സാധനം? സൂറത്തുൽ അഅ്ലായിലെ 14-15 ആയത്തുകൾ. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. വെള്ളിയാഴ്ചകളിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു സൂറത്താണ്, ആയത്താണ്. ഖദ് അഫ്ലഹ മൻ തസക്ക. നമ്മളതിന് സാധാരണ അർത്ഥം പറയാറുള്ളത് ആത്മവിശുദ്ധി നേടിയവൻ ജയിച്ചു. വദക്കറ സ്മ റബ്ബിഹി, തൻ്റെ നാഥനെ ഓർക്കുകയും ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ ഈ ആയത്തിന് ചില മുഫസ്സിറുകൾ അഭിപ്രായം പറഞ്ഞ് തസക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ഫിത്ർ സക്കാത്ത് കൊടുത്തു എന്നാണ്. ഇത് കേവലം ഒരു വ്യാഖ്യാനം എന്നുള്ളതല്ല. ഈ ആയത്ത് അള്ളാഹു നോമ്പുമായി ബന്ധപ്പെട്ട് ഇറക്കി എന്നുള്ളതാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ചേരുവ നോക്കി, തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, അതിനകത്ത് സക്കാത്ത് വന്നു, സല്ല നിസ്കാരം വന്നു. അപ്പൊ ഈ സക്കാത്ത് കഴിഞ്ഞിട്ടുള്ള നിസ്കാരം ഏതാണ്?
സക്കാത്ത് കഴിഞ്ഞിട്ടുള്ള നിസ്കാരം ഉണ്ടല്ലോ, അത് പെരുന്നാൾ നിസ്കാരമാണ്. സക്കർ അസ്മ റബ്ബിഹി, തൻ്റെ നാഥനെ ഓർക്കുക. നാഥനെ ഓർക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം, അല്ല ഏറ്റവും നല്ല വാക്ക് തക്ബീറാണല്ലോ, അല്ലാഹു അക്ബർ. അതിൽ മികച്ചൊരു ദിക്ർ വേറെ ഇല്ലല്ലോ പടച്ചോനെ വാഴ്ത്താനായിട്ട്. അപ്പൊ പെരുന്നാളിൻ്റെ രാവിലെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു, തക്ബീർ മുഴക്കി പെരുന്നാൾ മുസല്ലയിലേക്ക് പോയിട്ട് നിസ്കരിക്കുന്നു. ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റായൊരു വിശദീകരണമാണ്. ഈദ് നിസ്കാരവും ഫിത്ർ സക്കാത്തും ഒക്കെ ഖുർആനിൽ പറയുന്ന സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഫിത്ർ സക്കാത്ത് എന്നുള്ളത് അത് കേവലം ഐച്ഛികമായ ഒരു ദാനധർമ്മമല്ല. ഫിത്ർ സക്കാത്ത് നിർബന്ധ ബാധ്യതയാണ്. ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ഇബാദത്താണ്. ഇപ്പൊ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത റമളാന അലൽ ഹുർരി വൽ അബ്ദി വസ്സകരി വൽ ഉൻസ. ഹദീസ് അങ്ങനെ പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളാക്കി. വാക്കങ്ങനെ തന്നെ ഹദീസല്ല, ഫറള എന്ന് പറഞ്ഞാൽ ഫർളാക്കി. നബി ഫർളാക്കിയിട്ടുണ്ട് സകാത്ത റമളാന. റമളാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടല്ല. സക്കാത്ത് റമളാൻ എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്താണ്. റമളാനിലെ സക്കാത്ത്, റമളാനിൽ മാത്രം വരുന്ന സക്കാത്ത്. പലപ്പോഴും യഥാർത്ഥ സക്കാത്തിനെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അത് റമളാൻ മാസത്തിൽ കൊടുക്കേണ്ടതെന്ന്. അങ്ങനെയല്ലല്ലോ. യഥാർത്ഥ സക്കാത്ത്, സമ്പത്തിന്റെ സക്കാത്ത് വിതരണം ചെയ്യേണ്ട മാസമൊന്നുമല്ല റമളാൻ. പിന്നെ സമ്പത്തിന്റെ സക്കാത്തിനെ കുറിച്ച് റമളാൻ മാസത്തിലൊന്നും ഉണർത്തുമെന്ന് മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടു പോയ സ്ഖലിതങ്ങളെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട്, അല്ലേ, അതിനു വേണ്ടിയിട്ടാണ് ആ റമളാൻ മാസത്തിൽ സാധാരണ സക്കാത്തിനെ കുറിച്ച് പറയുന്നത്. സക്കാത്ത് ഒരാൾക്ക് എപ്പോഴാണോ നിർബന്ധമാകുക അപ്പം കൊടുക്കേണ്ട സാധനം. എന്നുവെച്ചാല് ഞാനിപ്പോൾ ദുൽഹിജ്ജിലാണ് ഒരു ബിസിനസ് തുടങ്ങിയത്, എൻ്റെ കയ്യിൽ മൂലധനം വന്ന ആ സമയത്താണ് എങ്കിൽ അടുത്ത ദുൽഹിജ്ജ് ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. മുഹറം മാസത്തിൽ സക്കാത്തിന് ആവശ്യമായ തുക എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മുഹറം ഞാൻ സക്കാത്ത് കൊടുക്കണം. റമളാനിലേക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അത് റമളാനി നമ്മുടെ കയ്യിൽ സക്കാത്തിന് ആവശ്യമായ പൈസ വന്നിട്ടുണ്ടെങ്കിൽ ആ സക്കാത്താണ് റമളാനിൽ കൊടുക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ സകാത്തു റമളാൻ എന്ന് പറഞ്ഞ് റസൂൽ പരിചയപ്പെടുത്തിയത് ഫിത്ർ സക്കാത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഫിത്ർ സക്കാത്ത് ഫർളാണ്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് റമളാൻ. ആർക്കൊക്കെയാണ്? അലൽ ഹുർ. നബീന്റെ കാലത്ത് രണ്ടു തരം മനുഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരുണ്ട്, അടിമകളുണ്ട്. സ്വതന്ത്രന്റെ നിർബന്ധമാണ്, വൽ അബ്ദി അടിമയ്ക്ക് നിർബന്ധമാണ്. അടിമ എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തമായി പൈസ ഇല്ലാത്തവനാണ്. സ്വന്തമായി പണം ഉണ്ടെങ്കിൽ അടിമ തന്നെ ആദ്യം സ്വതന്ത്രമാക്കുമല്ലോ യജമാനന്റെ മുഖത്തിൽ നിന്നിട്ട്. പക്ഷെ ആ അടിമ പോലും ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ്. വദ്ദക്കരി വൽ ഉൻസ, ആണും കൊടുക്കണം പെണ്ണും കൊടുക്കണം. റസൂൽ ഇങ്ങനെ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ട് പറയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ നോക്കി ഇതെന്തിനാ അപ്പൊ ഇങ്ങനെ ഒരു സക്കാത്ത് ഫർളാക്കാൻ കാരണം? ഫിത്ർ സക്കാത്തിന്റെ നിർബന്ധതയുടെ പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ സംഗതി എന്ന് പറഞ്ഞാൽ വിശുദ്ധ റമളാൻ ഒരു വലിയ അനുഗ്രഹമാണല്ലോ. റമളാനേക്കാൾ ഒരു വലിയ അനുഗ്രഹം ഒരു വിശ്വാസിക്ക് കിട്ടാനില്ല. വേറൊന്നും അതിലും വലിയ അനുഗ്രഹമല്ല. അപ്പം മറ്റു കർമ്മങ്ങൾ, നിസ്കാരം, ഹജ്ജ്, അങ്ങനെ ഒരു താരതമ്യത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പം നിസ്കാരം ഒരു വലിയ അനുഗ്രഹമാണ്, ഹജ്ജ് വേറൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ നോമ്പിന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പടച്ചോൻ പറഞ്ഞു വെച്ച സംഗതി ഉണ്ടല്ലോ. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളതാണ്. എന്താ ഖുർആൻ ഇറങ്ങിയ മാസത്തിന്റെ പ്രത്യേകത? ഈ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്ന് പറഞ്ഞു പോകുന്ന ആയത്തുണ്ടല്ലോ സൂറത്ത്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ ആ ഒരു സമയമാണ് അള്ളാഹു ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞൊരു സംഭവം ഒരുക്കി വെച്ചത്. ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്താണ്? ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണത്രേ ആ ഒരു രാത്രി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഴിഞ്ഞുപോയ കുറേ സമൂഹങ്ങളെ അനുസ്മരിച്ചു. അവരൊക്കെ വലിയ ആയുസ്സുള്ളവരാണ്, ദീർഘകാലം ലോകത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം. അപ്പോൾ ദീർഘകാലം ഒരാൾ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ധാരാളം കർമ്മങ്ങളും ചെയ്യാൻ കഴിയുമല്ലോ. നമ്മുടെ ആയുസ് എത്രയാ? ബൈനസിത്തീൻ വസബഈൻ. എൻ്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം എന്നുള്ളത് 60-70 ഇടക്കാണ്. 60-70 ഇടക്കാണ്. 950 വർഷം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞുകൂടിയ പ്രവാചകനാണ്. 950 വർഷം. അതിലെ 900 അങ്ങ് വെട്ടി ബാക്കി 50 നമുക്കുള്ളത്. 50, 60, 70 കൂട്ടിക്കോളി.
അപ്പൊ ഇവരുടെയൊക്കെ ഒപ്പം നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയാൽ ആരാധന ചെയ്തെത്താൻ കഴിയില്ല. റസൂലിന് പ്രയാസമായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സങ്കടം റസൂൽ അള്ളാഹ്ടെ പറഞ്ഞു എന്നാണ്. എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് കുറവാണല്ലോ റബ്ബേ. അപ്പൊ ഞങ്ങൾ പൊതുവെ ബഹ്ശറയിൽ എത്തുമ്പോഴത്തേക്കും ബാക്കി ആളുകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ പടച്ചതമ്പുരാനെ ആരാധിച്ച് സ്വർഗത്തിന്റെ അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ ഞാനും എൻ്റെ ഉമ്മത്തികളും താഴെ സീറോ. അള്ളാഹ് അപ്പോഴത്തേക്ക് റസൂലിന് സമാധാനം കൊടുത്തു. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വർഷവും ഒരു ദിവസം ഞാൻ തരുന്നുണ്ട്. ആ ഒരു ദിവസം നിങ്ങൾ ആരാധനയിൽ കഴിഞ്ഞുകൂടിയാൽ ഒരു ദിവസത്തിന് 1000-നേക്കാൾ. അപ്പൊ എത്രയായി? നൂഹ് നബീന്റെ പ്രായത്തിന്റെ മുകളിലേക്ക് പോയി. നിങ്ങൾ നോക്കി, ഒരു 20-ാമത്തെ വയസ്സ് മുതൽ കാര്യബോധം വന്നൊരു മനുഷ്യൻ, 15-ാം വയസ്സിൽ കാര്യബോധം പറഞ്ഞ ഇസ്ലാമിന്റെ രീതി ഇതാണ്. 15 വയസ്സ് മുതൽ പ്രായപൂർത്തിയാണ്. ചെങ്കിലും തൽക്കാലം വിട്ടേക്കാം, 20 കൂട്ടി 30, 40, 50 വയസ്സിൽ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ 50 വയസ്സിലേക്ക് 30, 60 വയസ്സിലാണ് ജീവിച്ചത്. 40 വട്ടം ഇയാൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയിരിക്കുന്നു. 40 × 1000 മാസം കണക്കുകൂട്ടിക്കോളി. വല്ലാത്തൊരു ഭാഗ്യാണിത്. അപ്പൊ അങ്ങനെ നിരവധി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ടൊരു മാസം. ആ മാസത്തില് കഴിഞ്ഞുകൂടാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകിയതിന് അള്ളാഹ്ക്കുള്ളൊരു നന്ദിയാണ് ഈ ഫിത്ർ സക്കാത്ത്. പലതും പറയാം, അതിലൊന്നതാണ്. അപ്പൊ അള്ളാഹ് നമ്മളോട് പറയാണ്, നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇത്ര വലിയ അവസരം അള്ളാഹ് തന്നതല്ലേ, കൊടുത്തേക്കാന്നതാ. ഞാനതിനൊന്നും ആരോടും പരാതി പറയുന്നില്ല. നിനക്ക് ആ ഫിത്ർ സക്കാത്ത് നീ പറഞ്ഞത് പ്രകാരം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. സമ്പത്ത് ഇന്നിപ്പോ ധനികർക്കിടയിൽ കുന്നുകൂടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ അന്തരം ആഗോളതലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തികളാണ്. പുതിയ യുദ്ധത്തെക്കുറിച്ച് കേട്ടില്ലേ? എന്തിനാണ് ആ യുദ്ധം? ആ യുദ്ധത്തെക്കുറിച്ച് പലതും പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ചില വായനകളുണ്ട്. ഇത് പെട്രോ ഡോളറിന്റെ യുദ്ധമാണ്. പെട്രോ ഡോളറിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ലോകത്തിന്ന് രാജ്യങ്ങൾ തമ്മിൽ വിനിമയത്തിന് കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഡോളറാണ്. ഏത് രാജ്യം നോക്കിക്കോളി, ഇന്ത്യ ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, അമേരിക്ക ആവട്ടെ, സൗദി അറേബ്യ ആവട്ടെ, ഇവരൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഇടപാട് നടത്തുന്ന ഡോളറിലൂടെയാണ്. അപ്പൊ എത്ര ഡോളർ അമേരിക്ക അടിക്കുന്നുണ്ട് ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പൊ സാധാരണ പറയാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള 10 രൂപ നമ്മുടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 10 രൂപ എന്നുള്ളത് മൂല്യമുള്ളതാണ്. റിസർവ് ബാങ്കിൽ നിങ്ങൾ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 രൂപയ്ക്ക് തുല്യമായ സ്വർണം തരണമെന്നാണ്. അങ്ങനെ കിട്ടുമെന്ന അർത്ഥത്തിലല്ല, പക്ഷെ അതിന്റെ വാല്യൂ എവിടെ ഉണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രങ്ങൾക്ക് വേണ്ടുന്ന വിദേശ നാണയത്തിന് വേണ്ടുന്ന ഡോളർ അമേരിക്ക എന്ത് ബോണ്ട് വെച്ചിട്ട് അടിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ആര് ചോദിക്കാനാണ്? വിവരാവകാശ നിയമം ഇവിടെയുള്ളൂ, അവിടെ ഇല്ല. അവരിങ്ങനെ അടിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മൂല്യം ഇത് വെറുതെ പറയുന്ന സംഗതിയല്ല. 2ാം ലോകമഹായുദ്ധ കാലം വരെയും ലോകം നിയന്ത്രിച്ചത് ബ്രിട്ടനായിരുന്നു. ബ്രിട്ടന്റെ പൗണ്ട് അത് തകർന്നതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം താഴത്തേക്ക് പോകാൻ കാരണം. ലോകയുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടൻ അവരുടെ മേൽക്കോയ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കറൻസി വമ്പിച്ച തോതിൽ അടിച്ചു കൂട്ടിയെന്ന. അവസാനം അത് പൊളിഞ്ഞു. ആ സ്ഥാനത്തേക്ക് ഡോളർ കയറി വരുന്നത്. അപ്പൊ ഈ ഡോളർ പിടിച്ചു നിർത്തേണ്ട ആവശ്യം അമേരിക്കക്കുണ്ട്. ഇത് വ്യാഖ്യാനം ഒന്നല്ല കേട്ടോ, പലതാണ്. ഇതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ട്രംപ് എന്നുള്ള കച്ചവടക്കാരൻ നമുക്കറിയില്ലേ? അമേരിക്കയുടെ ഇതിനു മുമ്പ് വന്ന പ്രസിഡന്റുമാരൊക്കെ അവർ രാഷ്ട്രീയക്കാർ മാത്രമായിരുന്നു. പക്ഷെ ഇയാൾ തികഞ്ഞ കച്ചവടക്കാരനാണ്. അപ്പൊ ഈ യുദ്ധം എന്നുള്ളത് സാമ്പത്തികം അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമാണിത്. ഞാൻ പറഞ്ഞു വന്നതല്ല, സമ്പത്ത് ഒരു വലിയ പ്രശ്നമാണ് ലോകത്ത്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് നമ്മൾ ഈ വലിയ സാഹോദര്യത്തെ കുറിച്ചൊക്കെ പറയാറില്ലേ? ഇസ്ലാമിക സാഹോദര്യം, അൽ ഉഖ്വത്തുൽ ഇസ്ലാമിയ അല്ലേ? റസൂൽ പറഞ്ഞ സത്യവിശ്വാസികളൊക്കെ സഹോദരങ്ങളാണ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങൾ മറുഭാഗത്തെ ബലപ്പെടുത്തുന്നത് പോലെ ഒരു 4 ചുമര്, ആ 4 ചുമരും ഉള്ളത് കൊണ്ടാണ് ഈ മേൽക്കൂര നിൽക്കുന്നത്. ഒരു ചുമര് പോയി കഴിഞ്ഞാൽ ആ കെട്ടിടം മൊത്തം ബലക്ഷയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പറഞ്ഞ ഉദാഹരണമാണ്. ഒരു ശരീരം പോലെയാണ് വിശ്വാസി. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുറി വന്ന അപ്പൊ ശരീരത്തിൽ ബാക്കി സ്ഥലത്ത് പനി വരും. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ. ഇങ്ങനെയൊക്കെ ആണെന്ന് റസൂല് പറഞ്ഞ ഈ സമുദായം, കുറച്ച് ആൾക്കാർക്ക് പൈസ ഉണ്ടാവുക, കുറെ ആൾക്കാർ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരള സംസ്ഥാനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേറൊരു രാഷ്ട്രീയ ഗമ്മിക്കാണ്, അതിലേക്ക് പോണില്ല. അത് എന്തായാലും ഈ അന്തരം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഫിത്ർ സക്കാത്തിലൂടെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം,
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഹദീസ് പറയുന്നു, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, നേരത്തെ പറയുമ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ ഫർളാക്കി. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തുൽ ഫിത്രി. ഇത് ഫർളാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തുഹ്റത്തൻ ലിസ്സായിം മിനൽ ലഗ്ബി വറഫസി തുഅമതൻ ലിൽ മസാകിൻ. രണ്ട് കാര്യമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയ വിഷയത്തിലാണ് ഹദീസിന്റെ അവസാനമാണ് തുഅമതൻ ലിൽ മസാകിൻ. മിസ്കീന്മാർക്ക് ഭക്ഷണം എത്തിക്കണം. മിസ്കീന്മാർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത്. അതിനു മുമ്പ് പറഞ്ഞത് തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഗ്ബി വറഫസ്, നോമ്പുകാരനെ ശുദ്ധീകരിക്കാനാണ്. എന്തിൽ നിന്ന്? ലഗ്വിൽ നിന്നും റഫസിൽ നിന്നും. ലഗ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചു അനാവശ്യമായ കാര്യം, കളിതമാശ എന്നൊക്കെ പറയില്ലേ, അത് ലഘുവല്ല, അത് ലഘുവാണ്. പക്ഷെ അത് താരതമ്യേന വലിയ പ്രശ്നമില്ലാത്ത സാധനമാണ്. ലഘു എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ നമ്മുടെ കർമ്മം അതോടെ പാഴാകും. അതാണ് ലഘു എന്ന് പറഞ്ഞാൽ. ഈ ജുമാ നിസ്കാരത്തിന്റെ സമയത്ത്, പിന്നെ ഖുതുബന്റെ സമയത്ത് സംസാരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ചൊരു ഹദീസ് ഉണ്ട്. വമൻ ലഗാ ഫഖദ് ലഗാ ഫലാ ജുമുഅത. അത് ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളി ചരൽക്കല്ല് നിറച്ച പള്ളിയായിരുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ പിന്നെ മുസല്ലയൊന്നും അന്ന് ആ കാലത്തിലായിരുന്നു. ഇപ്പോഴത്തെ മദീന മസ്ജിദ് നബവിയല്ല. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വെറും നിലത്താ വന്നിരിക്കുക. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോഴത്തേക്ക് ഇങ്ങനെ കല്ല് പറക്കി കളിച്ചുകൊണ്ടിരിക്കും. കല്ല് വിരിച്ച് നിലത്തായിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ കൈ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങളാരും ചരൽക്കല്ല് കൊണ്ട് കളിക്കല്ല്. റസൂലിന്റെ ഖുതുബ കേട്ടോണ്ടിരിക്കുക. സഹാബികളാണ്, നമ്മളെപ്പോലെ അല്ലല്ലോ. വൈമാനികമായി വളരെ ഉയർന്ന വിധാനത്തിലുള്ള ആളുകൾ. പ്രവാചകന്റെ വായിൽ നിന്നും കേൾക്കുന്ന മൊഴിമുത്തുകൾ ഒന്നും നഷ്ടപ്പെടാതെ അത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന സഹാബത്ത് ഇതിനിടക്ക് അറിയാതെപ്പോഴോ ഈ കല്ലിലേക്ക് കൈ ഇങ്ങനെ പോയാൽ റസൂൽ പറയാണ്, അങ്ങനത്തെ പണി ചെയ്താൽ അത് ലഗ, അവന്റെ കർമ്മം തീർന്നു. വമൻ ലഗ, പാഴ് പ്രവർത്തിച്ചവൻ ആരെങ്കിലും അങ്ങനെ പാഴ്പണിയിൽ ഏർപ്പെട്ടാൽ ഫലാ ജുമുഅത, അവന്റെ ജുമുഅന്റെ കാര്യം തീർന്നു കിട്ടി. ഇത് ജുമുഅയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസാണ്. ഞാൻ ഇത് കൊണ്ടുവച്ചാൽ നോമ്പിൽ ഇങ്ങനത്തെ കുറെ ലഘുവുകൾ വരും. എന്ന് പറഞ്ഞാൽ നോമ്പ് രാവിലെ നോമ്പ് നോറ്റ് വൈകുന്നേരം ആകുന്നവരെ എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് ഇങ്ങനെ സമ്പൂർണ്ണ ഭക്തിയോടെ നടക്കണം എന്നുള്ളതാണ്. നമുക്കൊക്കെ അങ്ങനെ നടക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ മനുഷ്യന്മാരല്ലേ, മലക്കുകളല്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കായിരിക്കും അടുത്തുള്ള ആളുമായിട്ട് ശണ്ട കൂടേണ്ടി വരിക. ഈ നോമ്പിൽ ഇങ്ങനെ ആകെപ്പാടെ ശരീരം ഹീറ്റായി നിൽക്കുന്നുണ്ട്, ദേഷ്യവും പെട്ടെന്ന് വരും. നോമ്പിൽ ദേഷ്യം വരാൻ പാടില്ല എന്നാണ്, പക്ഷെ നോമ്പിൽ ദേഷ്യം പെട്ടെന്ന് വരും. ദേഷ്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ ദേഷ്യപ്പെടുന്ന മാസമാണ് നോമ്പ് മാസം. അങ്ങനെ ഉള്ള നോമ്പ് എന്താ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോലത്തിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വീട്ടിൽ കലാപം, പുറത്ത് പ്രശ്നം. ഇത് മാറണ്ടേ? ഈ നോമ്പ് കഷ്ടപ്പെട്ട് ഈ കടുത്ത വേനലിൽ തൊണ്ടയിൽ വരണ്ടിട്ട് നമ്മൾ നോച്ച നോമ്പല്ലേ, അത് അള്ളാഹ്ക്ക് നേരാൻ വണ്ണം കൊടുക്കണ്ടേ? അപ്പൊ അള്ളാഹ് പറയാണ്, അങ്ങനെ നോമ്പിലൂടെ നിങ്ങൾക്ക് നോമ്പ് കാലത്ത് നിങ്ങൾക്ക് സംഭവിച്ചു പോയ ചില പ്രശ്നങ്ങൾ, റഫസ്, അനാവശ്യമായ നിങ്ങളുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നോമ്പിൽ വന്നിട്ടുണ്ട്. അത് ശുദ്ധീകരിക്കണമെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതാ റസൂൽ പറഞ്ഞു. തുഹ്റത്തൻ, നോമ്പുകാരനെ ഇമാതിരിയുള്ള നോമ്പിന് കേടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനാണ് ഫിത്ർ സക്കാത്ത്. അപ്പൊ നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയയാണിത്. അഴുക്കൊക്കെ മാറ്റിയിട്ട് പഠിച്ചോനേതാ, എൻ്റെ നോമ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഈ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇതാ എൻ്റെ നല്ല നോമ്പ് നിനക്ക് ഞാൻ തരികയാണ്, എല്ലാ പ്രശ്നങ്ങളും മാറ്റിയത്. അപ്പൊ നോമ്പ് കഴിയുമ്പോഴത്തേക്കും ഇബാദത്തിലൂടെ മുസ്ലിം സമൂഹം സമ്പൂർണമായി സംസ്കരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ രണ്ട് ലക്ഷ്യ പറഞ്ഞത്, നമ്മൾ സ്വയം സംസ്കരിക്കുകയാണ്. നോമ്പ് വെച്ചിട്ട് നമ്മളുടെ നേരത്തെ പറഞ്ഞ ആ തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നോമ്പുണ്ടല്ലോ. അങ്ങനെ തഖ്വയൊക്കെ നേടി നമ്മൾ നിൽക്കുമ്പോഴത്തേക്കുമാണ് പാവപ്പെട്ടവൻ പെരുന്നാളിന്റെ രാവിലെ തിന്നാനൊന്നുമില്ലാതെ വഴി തെണ്ടുന്നത്. അതുണ്ടാകാൻ പാടില്ല. തുഅമത്തൻ ലിൽ മസാക്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കണം. പെരുന്നാളിനെങ്കിലും യാചനയ്ക്ക് അറുതി വരുത്തണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പെരുന്നാളിന്റെ രാവിലെ തെണ്ടി നടക്കുന്നവനെ കാണല്. റസൂലുള്ളാഹി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസ് കാണാം. ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഖസ്സിമുഹു ബൈനഹും. നബി പറയാണ്, ഈ ഫിത്ർ സക്കാത്ത് വാങ്ങിയിട്ട് അവർ അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യും. എപ്പോഴാ? പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുന്നേ തന്നെ. ഈ ദിവസമെങ്കിലും അവർ ഭക്ഷണത്തിന് വേണ്ടി തെണ്ടി നടക്കാതിരിക്കട്ടെ. റസൂൽ പറഞ്ഞാണ്
അൻ ത്വവാഫി ഹാദൽ യൗം, പെരുന്നാൾ ദിവസമെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ തരണേ എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടി നടക്കാതിരിക്കാൻ, ഭക്ഷണത്തിന് വേണ്ടി അലങ്ങി നടക്കാതിരിക്കാൻ വേണ്ടി. റസൂലിന്റെ എത്ര പ്രസക്തമായ വാക്കാണല്ലേ അത്. ഭക്ഷണത്തിന് വേണ്ടി അലയാതിരിക്കാൻ. ലോകത്തൊരു നേതാവ് ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നം പട്ടിണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മൂരികളിൽ ഇപ്പോഴും ഭക്ഷണമില്ലാതെ വലയുന്ന ആദിവാസികളുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മലയാള മനോരമ വരാൻ തോന്നുന്നു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട്. ആ ഊരുകളിൽ പട്ടിണി കിടക്കുന്ന ആൾക്കാർ സർക്കാർ കാട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ട്, വന്യമൃഗശല്യം എന്നൊക്കെ പറഞ്ഞ് കാട്ടിന്റെ പുറത്തേക്ക് പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ടാർപ്പാളിൽ ഷീറ്റ് കെട്ടിയിട്ട് തിന്നാനൊന്നുമില്ലാതെ കാട്ടിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. വനവിഭവങ്ങൾ സമാഹരിച്ച് പുറത്തു കൊണ്ടുപോയി വിറ്റ് ജീവിച്ചിരുന്ന ആളുകളാണ്. തിന്നാൻ പോലും ഓർക്കില്ല. നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ. അപ്പൊ റസൂലിന്റെ പരാമർശം എന്ന് പറഞ്ഞാൽ വലിയ പരാമർശമാണ്. അവരിങ്ങനെ തെണ്ടി നടക്കാതിരിക്കട്ടെ ഇന്നത്തെ ദിവസമെങ്കിലും. റസൂലിന്റെ കാലം എന്ന് പറയുമ്പോഴേ ആളുകൾ വല്ലാതെ ഒന്നുമില്ലാതെ ജീവിച്ചൊരു കാലാണല്ലോ. അപ്പൊ നബീന്റെ ആഗ്രഹം ഈ പെരുന്നാൾ ദിവസമെങ്കിലും മനുഷ്യന്മാരുടെ വയറൊന്ന് നിറയണമെന്നുള്ളത്. ഈ നോമ്പ് കാലത്തിന്റെ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഈ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴും നോമ്പ് ഇത് യാചനേന്റെ മാസമാണല്ലോ. നോമ്പ് തെണ്ടാനുള്ള മാസമാണ്. വഴിഞ്ഞിൽ കാണുന്നില്ലേ, തെണ്ടല. വീട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ ആൾക്കാരിങ്ങനെ 50ന്റെ നോട്ടും 10, 20 മാറി വെച്ചിരിക്കുക വരുന്നവർക്ക് കൊടുക്കാനായിട്ട്. എന്തോ ഒരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കി. ഈ പണക്കാരാണ് ഈ യാചന പ്രോത്സാഹിപ്പിക്കുന്നത്. ഇങ്ങനെ 50ന്റെയും 10ന്റെയും പണം ഇങ്ങനെ കെട്ടുമാറ്റിയിട്ട് വയ്ക്കുന്ന ഈ പണക്കാരാണ് യാചന പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വീട്ടിൽ വരുന്ന യാചകരെ പിന്നെ നമ്മൾ എന്താ ചെയ്യാം? കൈ നിറയെ കൊടുക്കണം. ആയത്ത് തെളിവുണ്ടല്ലോ നമുക്ക്. നമുക്ക് ആയത്ത് തെളിവുണ്ടല്ലോ. ഏതായത്ത്? സൂറത്ത് ദാരിയാത്തിൽ വഫി അംവാലിഹിം ഹഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, ഓരോരുത്തരുടെയും സമ്പത്തിൽ ലിസ്സായിൽ യാചകനും വൽ മഹ്റൂം ഇല്ലായ്മക്കാരനും അവകാശമുണ്ട്. അത് കൊടുക്കാനുള്ളല്ലേ? ഖുർആനിൽ തെളിവായല്ലോ. എന്താണ് കൂട്ടരെ, യാചകരോടുള്ള സമീപനത്തിന് അല്പം കൂടെ ഉത്തരവാദിത്വ ബോധം നമുക്ക് ഉണ്ടാകൽ അത്യാവശ്യമാണ്. ആ ഒരു നിലക്ക് വേണം സത്യവിശ്വാസി പെരുമാറാൻ. കൂട്ടായ പരിശ്രമം അതിനെതിരെ ഉണ്ടാവണം. യാചന തടയുക തന്നെ വേണം. അപ്പൊ ഗൾഫിലൊക്കെ ഉണ്ട്, നിയമങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, മനുഷ്യന്മാർ ജീവിക്കാൻ പോലും സമ്മതിക്കില്ലേ എന്ന്. അല്ല, യാചിക്കാതെ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പള്ളീന്റെ മുമ്പിൽ ഉണ്ടാവും. നോമ്പ് കാലത്തും അല്ലാത്തപ്പോഴും തെണ്ടാൻ വേണ്ടി വന്ന ആൾക്കാർ. ഞാൻ അവരെ കളിയാക്കുന്നില്ല. അവരാ നിലയിലേക്ക് ഇറക്കി വിട്ടതിന്റെ കുറ്റ സമുദായത്തിനാണ്. 2 സംഗതി അവിടെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് സംഘടിതമായി യാചന നടത്തുന്ന ഭിക്ഷാടന മാഫിയകളുണ്ട്. എന്നെ കേൾക്കും, നിങ്ങൾക്കറിയാതെ. 1 രൂപ പോലും കൊടുക്കരുത് അവർക്ക്. ഞാൻ പറയുന്നത് ആധികാരികമായി മെമ്പർ എന്നിട്ടാണ്. എന്തുകൊണ്ട് കൊടുക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഫിയാണ്. ചില യാചകരൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ചാക്കുംപടി ഉണ്ടാവും കോയിൻസ് അവരുടെ കയ്യിൽ, എണ്ണി തിട്ടപ്പെടുത്തും, ലക്ഷങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കറിയോ, അടുത്ത കാലത്താണ് ഉത്തരേന്ത്യയിൽ ഒരു യാചകൻ, അയാളുടെ തൊഴിൽ തെണ്ടലാണ്. ഇയാൾക്ക് അയാളുടെ നാട്ടിൽ ഫ്ലാറ്റ് ഉണ്ട് അത്രേ, ബെൻസ് കാറുണ്ട് അത്രേ. ആലോചിച്ച് നോക്കി. എന്നിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് എന്താ ചോദിച്ചതിന് കൊടുക്കണ്ടേ? റസൂൽ പറഞ്ഞത് ഒട്ടകപ്പുറത്ത് വന്നാൽ പോലും കൊടുക്കണമെന്നല്ലേ. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തേക്ക. അപ്പോൾ നോക്കി, 50 രൂപ വെച്ച് 10 വീട്ടിൽ കയറി 500 രൂപയായി. നോക്കി, 50 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ 10 വീട്ടിൽ കയറുമ്പോൾ 500 രൂപയായി. മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു ഡ്രൈവർക്ക് ഒരു ദിവസം കൂലി എത്രയെന്നറിയോ? 1000 രൂപ കിട്ടില്ല പാവത്തിന്. സിമ്പിൾ പരിപാടിയാ പൈസ ഉണ്ടാക്കാനുള്ള. അതുകൊണ്ട് ഇതിനെതിരെ ജാഗ്രത ഉണ്ടാവണം. പക്ഷെ ഇത് പറയുമ്പോഴും ഇതിനിടയിൽ യഥാർത്ഥ ദരിദ്രം മറക്കല്ലേ. 2 സൈഡ് തന്നെ ഉണ്ട്. ഇതിങ്ങനെ കേട്ടിട്ടുള്ള സാധനം യാചകർക്കെതിരെ വാളെടുക്കാന്നുള്ളതല്ല. യഥാർത്ഥ ദരിദ്രരെ തിരിച്ചറിയാതെ പോകരുത്. അവശ്യ യാചന നടത്തുന്ന ആളുകളുണ്ട്. നബിന്റെ ഹദീസുണ്ട്. ഒരിക്കലും ഒരു സഹാബി വന്ന് റസൂലിന്റെ അടുത്ത്, റസൂലെ ഞാൻ യാചിച്ചോട്ടെ നബി, ഇയാൾക്കൊന്നുമില്ല, ഒന്നിനും കഴിയില്ല, ഞാൻ യാചിച്ചോട്ടെ. അപ്പൊ റസൂൽ പറയാണ് വേണ്ട. പിന്നെ ഇയാൾ ചോദിക്കുന്നു, പറഞ്ഞു അത്ര അത്യാവശ്യമാണെങ്കിൽ നല്ല മനുഷ്യന്മാരുടെ അടുത്തുനിന്ന് പോയി അയച്ചോളൂ. നാട് നീളം തെണ്ടാൻ നടക്കണ്ട. ഹലാലായ സമ്പത്ത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ അടുത്ത് പോയി മാത്രം നിന്റെ ആവശ്യത്തിന് ചോദിക്കുക. നമ്മുടെ കാട്ടിൽ കുറെ മസ്ജിദ് കമ്മിറ്റികളുണ്ട്, കുറെ സംഘടനക്കാരുണ്ട്. ഇവരുടെയൊക്കെ പണി എന്താണ്? പള്ളിക്ക് പെയിന്റ് അടിക്കാനല്ല പണി, അതിന് കൊട്ടേഷൻ കൊടുത്താൽ മതി. അതാർക്കും ചെയ്യാവുന്ന പണിയാണ്. പള്ളിക്ക് പെയിന്റ് അടിക്കും, പള്ളിക്ക് പിരിവ് നടത്തലുമാണ് പള്ളി കമ്മിറ്റിന്റെ പണി അല്ലല്ലോ. പിരിവ് നടത്താൻ വേണ്ടി റിസീവർ വെക്കണം. പള്ളി കമ്മിറ്റിന്റെ പണി വേറെ വലിയ ഉത്തരവാദിത്തമുണ്ട്.
അതിൽപ്പെട്ടൊരു വലിയ നാട്ടിലെ ദരിദ്രരുടെ പട്ടിക തയ്യാറാക്കണം. ഓരോ മഹല്ലത്തുകളും അത് ചെയ്യട്ടെ. നമുക്കറിയാലോ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് എത്ര ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത്, അതറിയണം. 40 വീട് നിന്റെ അയൽക്കാരനാണത്രേ റസൂൽ പറഞ്ഞാണ്. 40 വീട്. അപ്പോഴാ ആയിഷ റസൂലേ എല്ലാവർക്കും കൊടുക്കുക, എൻ്റെ കയ്യിലില്ല നബിയെ, ഞാനപ്പോൾ ആർക്കാ മുൻഗണന കൊടുക്കണം? നിന്റെ വീടിന്റെ വാതിലിന്റെ മുമ്പിലുള്ളവർക്ക് കൊടുക്കുക ആയിഷ. ഈ 40 വീട് നോക്കാൻ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ ഉള്ള പൈസക്ക് എന്ത് ചെയ്യാ? നീ നിന്റെ വീടിന്റെ മുമ്പിലുള്ളവന് കൊടുക്കുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ, ഇതൊക്കെ നമുക്കറിയാം. ആപ്തവാക്യമായി നമ്മൾ പറയും. സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളും പറയും, അയൽവാസി പട്ടിണി കിടക്കുമ്പോഴത്തേക്കും വയറ് നിറച്ചുണ്ണും നമ്മിൽപ്പെട്ടവനല്ല മുഹമ്മദ് നബി, അല്ലേ? 2 സംഗതിയുണ്ട്. ഒരു മാഫിയ ഒരു വശത്ത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ വീട് തോറും ചുറ്റി നടക്കുന്ന ആളുകളൊക്കെ ആവശ്യക്കാരാണെന്ന്? അല്ലല്ലോ. ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. അപ്പോൾ വരുന്ന ആൾക്കാരോട് അവരുമായി ബന്ധപ്പെട്ട്, അവരുടെ നാടുമായി ബന്ധപ്പെട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. സക്കാത്ത് സംവിധാനത്തിൽ നടത്തണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. സദക്കയും സക്കാത്തും സംഘടിതമായി തന്നെ വിതരണം ചെയ്യണം. അത് ഒറ്റക്കൊറ്റയ്ക്ക് ഈ പറഞ്ഞതുപോലെ യാതന പ്രോത്സാഹിപ്പിക്കാനായി കുറച്ച് കൊടുത്താൽ പോരാ. തൊഴിൽ സഹായം ചെയ്യണം. ആൾക്കാർക്ക് ചെറിയ ബിസിനസ് നടത്താനുള്ള പൈസ കൊടുക്കണം, തൊഴിലുപകരണം വാങ്ങി കൊടുക്കണം, പരിശീലനം കൊടുക്കണം. നബീന്റെ അടുത്തിന്റെ കഥയുണ്ടല്ലോ. റസൂൽ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. റസൂലിന്റെ അടുക്കൽ ഈ പറഞ്ഞതുപോലെ മറ്റൊരിക്കലും ഒരാൾ വന്നിട്ട് റസൂലെ തിന്നാനൊന്നുമില്ല നബിയെ, എന്തെങ്കിലും പൈസ ഉണ്ടായില്ലോ തരണം എന്ന് പറഞ്ഞു വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ വീട്ടിൽ യാചകർ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാട്ടോ ഇത് റസൂൽ കാണിച്ചു തരികയാണ്. നമ്മുടെ നാട്ടിൽ തണ്ടാൻ വരുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം? നബി കാണിച്ചു തരാം. റസൂലൊക്കെ ഒരാൾ തണ്ടാൻ വന്നു. റസൂൽ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല റസൂലേ, ഒന്നുമില്ല വീട്ടിൽ. എന്തെങ്കിലും ഉണ്ടാവില്ലേ? ആ, ഞാനും ഭാര്യയും പുതച്ച് കിടക്കുന്ന പുതപ്പുണ്ട്, പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കുന്ന കപ്പുണ്ട്. ആകെ ആ വീട്ടിലുള്ളതാണ് ആ മനുഷ്യൻ്റെ. ഒരു കപ്പും ഒരു ബെഡ്ഷീറ്റും അതെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. കഥ നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കേട്ടിട്ടുള്ള കഥയാണ്. ഇയാൾ ഈ സാധനം കൊണ്ടുവരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നിട്ട് ലേലം ചെയ്യുകയാണ്. ഇതാര് വാങ്ങും? ഒരു കപ്പും ഒരു പുതപ്പും. 1 ദീനാർ തരാം. ഇല്ല, ആര് കൂട്ടി തരാനുണ്ട്? 2 ദീനാർ തരാം. റസൂൽ അത് വിൽക്കുന്നു ഇയാൾക്ക് വേണ്ടിയിട്ട്. അയാൾ പിറ്റേന്ന് അന്ന് രാത്രി ആ മനുഷ്യൻ ഉറങ്ങിയ ഉറക്കൽ ആലോചിച്ച് നോക്കി. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കുടിക്കാൻ വെള്ളപ്പാത്രം ഇല്ല, കിടക്കാൻ പുറത്തില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ മാർക്കറ്റിലേക്ക് വിട്ടിട്ട് ഒരു കോടാലി വാങ്ങിച്ചു എന്നാണ് ഈ ദിനാറിന്. ഇയാളെ കോടാലിയുമായിട്ട് വന്നു, കാട്ടിപ്പോയി വിറക് വെട്ടി. അടുത്ത കാട്ടി വിറവട്ടം കയറണ്ട കേട്ടോ, അതിപ്പോൾ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണത്. അന്നത്തെ ഒരു സംവിധാനം റസൂൽ പറഞ്ഞു കൊടുത്താണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാൾ നബീന്റെ അടുക്കൽ വരുന്നൊരു രംഗമുണ്ട്. അത് ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അയാളുടെ കയ്യിൽ അന്ന് 2 ദീനാറുണ്ട്. ഏത് 2 ദീനാറും കോടാലിയും. റസൂൽ പറഞ്ഞു, ഇനി ആ 2 ദീനാറ് കൊണ്ടുപോയിട്ട് നീ നഷ്ടപ്പെട്ട നിന്റെ പുതപ്പും കപ്പും ഇല്ലേ അത് വാങ്ങിക്കൊണ്ടുപോവാ. അപ്പൊ ഇയാളുടെ പുതപ്പും കപ്പും കിട്ടി, ഇയാൾക്കൊരു കോടാലി കിട്ടി, ഒരു വരുമാന മാർഗമായി. ഇതാണ് യാചകരോട് അവർ വിളിച്ചിർത്തി പറയണം, നിങ്ങൾ തണ്ടലല്ല ചെയ്യേണ്ട പണി, നിങ്ങൾക്ക് പൈസക്ക് അത്യാവശ്യമുണ്ടോ? നിങ്ങൾ പീപ്പിൾസ് ഫൗണ്ടേഷനിൽ പിന്നെ ഇത് കൊടുക്കൂ, അല്ലെ സർക്കാർ സംവിധാനങ്ങളുടെ അവിടെ നിങ്ങൾ അപേക്ഷ കൊടുക്കൂ. എന്തെങ്കിലും സംവിധാനം നിങ്ങൾ സ്വയം തൊഴിലിനുള്ള വകുപ്പ് നിങ്ങൾ നോക്കൂ. ഈ രീതിയിൽ വേണം അവരോട് ഇടപെടാൻ. ഞാനിന്ന് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. പക്ഷെ കണ്ടുവരുന്നൊരു വലിയ ദുരന്തമായത് കൊണ്ട് അതിനിടയ്ക്ക് വിഷയം കയറ്റിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സമ്പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കുക, തഖ്വ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നാം അനുഗ്രഹിക്കുമാറാകും. ഫിത്ർ സക്കാത്ത് അത് കാലയെ കൂട്ടി കൊടുക്കേണ്ട സംഗതിയാണ്. റസൂലിൻ്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ സമയം വിവരിക്കുന്ന ഹദീസ്. ഇത് കൊടുക്കേണ്ടത് അൻ തുഅദ്ദ ഖബല ഖുറൂജിൻ നാസി ഇല സ്വലാത്ത്, ആളുകൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കണം. ഈ ഹദീസിനെ ചെല്ല് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയം പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ട് മുമ്പാണെന്ന്. അങ്ങനെ റസൂൽ പറഞ്ഞില്ലല്ലോ. നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് കൊടുത്തിരിക്കണം എന്നല്ലേ പറഞ്ഞത്. മറ്റൊരു ഹദീസും കൂടെ കൂട്ടത്തിലുണ്ട്, മൻ അദ്ദാഹ ഖബല സ്വലാ, നിസ്കരിക്കുന്നതിന് മുമ്പ് ഇതാരെങ്കിലും കൊടുത്താൽ ഫഹിയ സക്കാത്തും മഖ്ബൂല, അത്
സ്വീകരിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട ഫിത്ർ സക്കാത്തായി. ഒമൻ അദ്ദാഹ ബഅദ സ്വലാത്തി, നിസ്കാരം കഴിഞ്ഞിട്ട് അത് കൊടുക്കുന്നെങ്കിൽ ഫഹിയ സദഖത്തും മിന സദഖ, അത് വെറൊരു സദഖയായി മാറും. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് മുമ്പ് എന്നുള്ളത് അല്ലേ, നിസ്കാരത്തിന് തൊട്ട് മുമ്പ് കൊണ്ടേ കൊടുത്താൽ നിസ്കാരം കഴിഞ്ഞ് കൊടുക്കുന്നത് തന്നെ ആയില്ല, ഇയാൾക്ക് പ്രയോജനപ്പെടില്ലല്ലോ അത്. പെരുന്നാൾ നിസ്കാരത്തിന് 10 മിനിറ്റ് മുമ്പാണ് നിങ്ങൾ ഈ ഒരാളുടെ കൈ വീട്ടിൽ 1 കിലോ അരി വാങ്ങിച്ചു കൊടുക്കുന്നത്. അയാൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പച്ചരിയാന്ന് വിചാരിക്കുക, അത് പൊടിപ്പിക്കാനുള്ള സമയം കിട്ടണ്ടേ? അപ്പൊ റസൂൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ട് മുമ്പ് കൊണ്ടേ കൊടുക്കുക എന്നുള്ളതല്ല. അത് സഹാബികൾ അങ്ങനെയാണ്. സഹാബികളിൽ പല ആളുകളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ കാണാം 3-4 ദിവസം മുമ്പ് ഒരു ഫിത്ർ സക്കാത്ത് കൊടുക്കാറുണ്ടായിരുന്നു. കാരണം അപ്പോഴേ അത് പ്രയോജനപ്പെടുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ അത് പുറപ്പെടുവിക്കാനുള്ള പണി നോക്കണം. നമ്മുടെ പള്ളി സംവിധാനം ഉണ്ട്, 100 രൂപ നിങ്ങൾ കൊടുത്താൽ മതി. 100 രൂപ ഇവിടെ ഫിത്ർ സക്കാത്തിനെ കണക്ക് സ്വീകരിക്കുന്നത്. ഇത് പറയുമ്പോൾ 100 രൂപയെ ഫിത്ർ സക്കാത്ത് ഉള്ളൂ എന്ന് ചോദിക്കും. അത് ഞാൻ പറയുന്നില്ല. കാരണം ഫിത്ർ സക്കാത്ത് എങ്ങനെ കൊടുക്കണത് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ഒറ്റ ആയത്ത് നിങ്ങൾ തമ്മിൽ പറയാണ്. ഒരായത്ത് സൂറ ആലി ഇംറാനിലെ 92-ാമത്തെ ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങളാരും ഗുണവാന്മാരാവുകയില്ല, നന്മ നിങ്ങളാരും നേടിയെടുക്കുകയില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. 2.5 കിലോ 1 സാഅ് എന്നൊക്കെ ചില കണക്ക് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാണാം ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് റസൂലിന്റെ ഉണ്ട്. എന്തിനൊക്കെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അതിൽ ഉണക്കമുന്തിരിന്റെ കണക്ക് റസൂൽ പറയുന്നുണ്ട്. ഉണക്കമുന്തിരി, അരി വാങ്ങുന്ന പൈസക്ക് അത്രയും തൂക്കം ഉണക്കമുന്തിരി വാങ്ങാനാണെങ്കിൽ എത്ര രൂപയ്ക്ക് ഉണ്ടാവും? അത് ഒരു ചെറിയ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ 1 കിലോ അരി എന്ന് പറയുമ്പോൾ 2.5 കിലോ അരി എന്ന് പറയുമ്പോൾ 2.5 കിലോ ഉണക്കമുന്തിരി ആണെങ്കിൽ ക്യാഷ് മാറിയില്ലേ? നമ്മളെങ്ങനെ ഏറ്റവും കുറച്ച് ചെലവഴിക്കാന്നില്ല. 100 100-നേക്കാൾ അപ്പുറത്ത് പള്ളി 90 ഉള്ളല്ലോ, ഞാൻ അവിടെ കൊണ്ടേ കൊടുക്കട്ടെ, ഇതിൽ ആലോചന അല്ല. അങ്ങനെ ആലോചിക്കല്ലേ. ഇതിലേറ്റവും കൂടിയത് പിടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊടുക്കുന്നവരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കൊടുക്കുന്നവരെ നിങ്ങളാരും ഗുണം ലഭിച്ചവരാവുകയില്ല എന്ന് അള്ളാഹ് പറഞ്ഞത് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ്. അപ്പൊ ഈ 100 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൽക്കാലം അതിൽ നിർത്താതെ എത്രയാണോ നമുക്ക് കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുക. കാരണം ദരിദ്രരുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ്. ആർക്കൊക്കെ കൊടുക്കണമെന്നും കൂടി എന്ന് പറയാണ്. നമ്മുടെ വീട്ടിൽ സ്വന്തം, പിന്നെ നമ്മുടെ ഭാര്യ, മക്കൾ, പിന്നെ നമ്മുടെ ആശ്രിതരായി ആരൊക്കെ കഴിയുന്നുണ്ടോ അവരുടേതും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മായും വാപ്പായും ചിലപ്പോൾ ചില വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ അവർ തന്നെ വാപ്പായും ഉമ്മായും സ്വന്തമായിട്ട് പൈസ ഉണ്ടായിക്കോ എന്നല്ല പറയേണ്ടത്. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരാണെങ്കിൽ അവരുടേതും കൊടുക്കണം. ചിലപ്പോൾ അനുജനുണ്ടാവും, അവൻ നമ്മളായിരിക്കും ചിലവിന് കൊടുക്കുക, അപ്പോൾ അവൻ്റെ സക്കാത്ത് കൊടുക്കണം. ആരൊക്കെയാണോ നമ്മുടെ പൈസക്ക് കഴിഞ്ഞു കൂടുന്നത് അവരുടെയൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കുടുംബനാഥന്മാർ ബാധ്യസ്ഥന. അപ്പോൾ അത് കണക്കൂട്ടി നോക്കണം, എത്ര അംഗങ്ങളാണ്, ആളുടെ തലക്കെണ്ണത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇന്നലെ ജനിച്ച കുഞ്ഞുണ്ടെങ്കിൽ അതിനും സക്കാത്തുണ്ട്, അതും ഇതെല്ലാം തുല്യമായിട്ട് പരിഗണിക്കപ്പെടുക. അപ്പോൾ ആ തരത്തിൽ വേണം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ. മദ്ഹബിയായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചർച്ചക്കെടുക്കുന്നില്ല. ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യണം. ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ്. യാചനക്കെതിരെയുള്ള ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങളിൽ ഒരു ചെറിയ നടപടിയും കൂടിയാണിത്. സമ്പൂർണ്ണമായി ഇത്തരം നന്മകളിൽ ഇടപെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സ്ഖലിതങ്ങളിൽ നിന്നും മുക്തമായ നല്ലൊരു മനോഹരമായ റമളാനാക്കി അള്ളാഹു നമ്മളുടെ റമളാനെ മാറ്റുമാറാകട്ടെ. അള്ളാഹുവേ, പലതരം അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. നീ എല്ലാം ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ നാഥ. രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമുക്കറിയുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രോഗി ഇത്തിരി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലുണ്ട്. വളരെ കാര്യമായി തന്നെ പ്രാർത്ഥിക്കണമെന്ന് കുടുംബാംഗങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ മതി, കുറച്ചോനെ ആ പറഞ്ഞ ആളുണ്ടല്ലോ അയാൾക്ക് വേണ്ടിയിട്ട്, ആരാണെന്നറിയില്ല, പക്ഷെ അള്ളാഹ്ക്കറിയാമല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നന്നായി പ്രാർത്ഥിക്കുക. റമളാനിൻ്റെ ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടോ ആ സമയത്തൊക്കെയും ഒരു സമയം പോലും മാറ്റിവെക്കാതെ ആ സഹോദരന് വേണ്ടിയിട്ട് നമ്മളുടെ മുഖ്ലിസായ ഇഖ്ലാസുള്ള പ്രാർത്ഥന നമ്മൾ നടത്തണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സമാധാനവും സന്തോഷവും അള്ളാഹു തിരിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ പെരുന്നാൾ നിസ്കാരം ചിലപ്പോൾ വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ 8 മണിക്കാണ് പെരുന്നാൾ വെച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണെങ്കിൽ പിന്നെ ജുമുഅയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ട് ഈ പള്ളിയിൽ 8 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുക. ഇനി ശനിയാഴ്ചയാണെങ്കിൽ അതിൻ്റെ മാറ്റം പിന്നീട് ഇൻഷാ അല്ലാഹ് അറിയിക്കും. ഫിത്ർ സക്കാത്തിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും മറക്കാതെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്.
അള്ളാഹുവേ നീ എല്ലാവരുടെയും എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടും നീ മാറ്റിക്കൊടുക്കണം അള്ളാഹു. സാമ്പത്തികമായി അള്ളാഹുവെ പ്രയാസപ്പെടുന്നവർ അവർക്ക് സമ്പത്തിന് അഭിവൃദ്ധി നൽകണമേ അള്ളാഹു. ഞങ്ങളുടെ തൊഴിലാളികളുണ്ട് അള്ളാഹുവെ നീ അവിടെ തൊഴിൽ ബറക്കത്ത് ശരിയണേ അള്ളാഹു. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷക്കാലമാണ് അള്ളാഹു. ഏറ്റവും നല്ല നിലക്ക് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി സമുദായത്തിന് നാടിന് ഉപകരിക്കുന്ന നല്ല ആളുകളാക്കി ഞങ്ങളുടെ സന്താനങ്ങളെ മാറ്റണമേ അള്ളാഹു. ലൈലത്തുൽ ഖദറിൻ്റെ രാവുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് പഠിച്ചോനെ, ഏറ്റവും നല്ല നിലക്ക് ഇബാദത്തിൽ കഴിഞ്ഞുകൂടാൻ അങ്ങനെ മലക്കുകളുടെ മുസാഫഹത്ത് ഹസ്തദാനം നേടിയെടുക്കുന്ന ഭാഗ്യശാലികളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. റമളാനെയും ഖുർആനെയും നീ ഞങ്ങളുടെ അനുകൂല സാക്ഷിയാക്കി മാറ്റണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.